The angels up in the clouds are jealous knowing we felt so this world could be hard. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. ഡേ 2 അല്ല, ഡേ 3. ഡേ 2 ആ, ഡേ 3 ആണ്. സോറി, ഡേ 2 തലയിലൊന്നുമില്ല. ഡേ 2 ആണ്. ഇപ്പോൾ ഡേ 2 എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഒന്ന് വീട്ടിൽ വന്നാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏകദേശം സമയം രാത്രി 12 മണി കഴിഞ്ഞു. രാവിലെ 8 മണിക്ക് പോയതാണ്. അപ്പം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നത്തെ ദിവസം എല്ലാം ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കൊന്നും നടന്നില്ല. അന്നപ്പോൾ ഇത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഏകദേശം 8 ഡിഗ്രിയോളം ടെമ്പറേച്ചർ അത്ര താഴ്ന്ന് ഭയങ്കര മഴ പോലെയൊക്കെ ആയിരുന്നു. പ്ലാൻ എന്ന് പറയുന്നത് എന്തോന്നല്ലേ, റൂഫ് ടോപ്പ് ഷിൻജുക്കുവാ, ഷിബുയ സ്കൈ വ്യൂ അതായിരുന്നു ഫസ്റ്റ്. അത് ചെന്നപ്പോൾ അത് ക്ലോസ് ആയി. പിന്നെ നമ്മൾ ഷിബുയ ക്രോസിങ്ങിൽ പോയി. അത് ഓക്കെ, ഷിബുയ ക്രോസിങ് എടുത്തു. പിന്നെ അതല്ലാണ്ട് ഞങ്ങൾ രാമൻ അത് എൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എല്ലാം ഇച്ചിരി സീനായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു 8 ഡിഗ്രിയിലൊക്കെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇങ്ങനെ ഇത്രയും ലെയേഴ്സൊക്കെ ഇട്ടിട്ടും ഇത്രയും തണുക്കുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 15K സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ സിംഗപ്പൂർ അല്ലല്ലോ, നമ്മളിപ്പോൾ ജപ്പാനാണ്. ജപ്പാനിൽ നമ്മൾ ഒരു ദിവസം ഒരു 15K സ്റ്റെപ്പ് എടുത്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റൂ. എനിക്കൊന്ന് എവിടെ പോകാനാണെങ്കിലും അത്ര സ്റ്റെപ്സ് നമ്മൾ എടുക്കേണ്ടി വരും, കാരണം അത്ര നടക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വിഷ്വൽസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് വന്നോളൂ. ഭയങ്കരമായിട്ടൊന്നും എടുത്തിട്ടില്ല, കാര്യം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിലല്ല ഒന്നും നടന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയോ. അപ്പോൾ ഞാൻ ഇനി ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങട്ടെ. അപ്പം നാളെ ഡേ 3 വിശേഷങ്ങളായിട്ട് കാണാം. ബൈ. ഭയങ്കര തണുപ്പാണ് ഇവിടെ, രക്ഷയില്ല. മഴയും കൂടെ പെയ്യുന്നുണ്ട്. മഴ ഭയങ്കര തണുപ്പാണ്. നമ്മൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല. നമ്മൾ വിചാരിച്ചതെന്ന് ഭയങ്കര കഠിനമായിരുന്നു അന്നത്തെ വെതർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയിട്ട് ഗ്ലൗസും ക്യാപ്പും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം. നിന്റെ കയ്യിലിരിക്കുന്ന വെള്ളയല്ലേ, അപ്പൊ ബ്ലാക്ക് എടുക്ക്. അത് നൈസായിട്ടുണ്ട്. ഗ്ലൗസ് കൂടെ നോക്കണം. ഗ്ലൗസ് ഇവിടെ ഇല്ലല്ലോ. ബ്ലൂ വേണ്ടല്ലോ, ഇതും വേണ്ട. അത് മതി, കൊള്ളാം. ഓക്കെ, അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഷിബുയ ക്രോസിങ്ങിലായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു ഹാഫ് ഓഫ് ദ ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തതും ഇവിടെയായിരുന്നു. കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീണ്ടും ഷിബുയ ക്രോസിങ്ങിലോട്ട് വരുന്നുണ്ട്. കാരണം അത് ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഷിബുയ സ്കൈ വ്യൂ കാണാനായിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സ്കൈ വ്യൂ അന്ന് ക്ലോസ്ഡ് ആയിരുന്നു ഗൈസ്, ഡ്യൂ ടു ബാഡ് വെതർ. നമ്മുടെ പ്ലാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പാളി തുടങ്ങിയത്. പക്ഷെ കുഴപ്പമില്ല, അടുത്തുണ്ടായിരുന്നൊരു ക്യാമറയിൽ നിന്ന് ഇങ്ങനെ ഒരു വ്യൂ കിട്ടി. ഞാനത് എന്തായാലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. ഈ പോണ പോക്കെന്ന് പറയുന്നത് റമൻ കഴിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. നമുക്കറിയില്ലായിരുന്നു അവിടെ എല്ലാ സംഭവത്തിനും പോർക്കുള്ള കാര്യം. നമ്മൾ കുറേ സെർച്ച് ചെയ്തിട്ട് അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻറ്റിൽ തന്നെ ചെന്ന് കയറിയായിരുന്നു റമൻ കഴിക്കാനായിട്ട്. പക്ഷേ അവിടെ പോർക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അതേപോലെ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിബുയ സ്ട്രീറ്റിലാണ്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എല്ലാം ഇന്നത്തെ നമ്മുടെ പ്ലാൻ അല്ല ആക്ച്വലി പൊളിഞ്ഞു എന്നല്ല. ഇവിടുത്തെ വെതർ എന്ന് പറയുമ്പം ഭയങ്കര മഴയാണ്. അപ്പം ഷിബുയ സ്കൈ പോയപ്പം അവിടെ നമുക്ക് കയറാൻ പറ്റിയില്ല. അവിടെ റൂഫ് ക്ലോഷർ ആയിരുന്നു. പക്ഷെ റീഫണ്ട് കിട്ടി. അതിനുശേഷം നമ്മൾ ഷിബുയ ക്രോസിംഗ് കാണാൻ വന്ന്. അത് ഓൾറെഡി നമ്മൾ നൈറ്റ് പ്ലാൻ ചെയ്തിരുന്നില്ല, അതുകൊണ്ട് വീണ്ടും വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇവിടുത്തെ റാമൻ കഴിക്കാനായിട്ട് പോയപ്പോൾ ഫുൾ പോർക്കാണ് ഗൈസ്. അപ്പൊ നമ്മളുടെ ചേച്ചിമാരൊക്കെ പോർക്ക് കഴിക്കില്ല. നമ്മളിപ്പം അവിടം വരെയാണ് ഞങ്ങളോട് ഇന്നത്തെ സ്ഥിതി. ഇന്ന് എനിക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുഡാണെങ്കിലും അങ്ങനെ കഴിച്ചിട്ടില്ല. ഭയങ്കര ബഹളം, എന്നെ പറയാൻ സമ്മതിക്കില്ല. എന്നെക്കാളും വലുതായ അമ്മയ്ക്കാണ് അല്ലറോട് എന്തിനടി ഗൈസ്, സംതിങ് ഇസ് ഗോയിങ് ഓൺ. എനിക്ക് പെട്ടെന്ന് വിചാരിച്ചു സുനാമി എന്ന് പറഞ്ഞു. ഗൈസ്, ഇവിടെ സമരം നടക്കും. ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചു സുനാമി വരുന്ന സിഗ്നലാണ്.
ഇത് വാറിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു റാലിയാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് ടൈം ആണല്ലേ വിത്ത് പോലീസിന്റെ എല്ലാത്തിനും എസ്കോർട്ടോട് കൂടിയാണ് ഒരു സമരം നടക്കുന്നത്. എന്ത് നമ്മളിപ്പോ കയറിയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിലാണ്. കാര്യം മറ്റേ ജാപ്പനീസ് റെസ്റ്റോറന്റിന്റെ വീഡിയോ ഒക്കെ വെച്ചുകൊടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി കഴിക്കാൻ വെറുതെ ഓർമ്മയുണ്ടോ? ഫ്രണ്ടിൽ നിന്നിട്ടുള്ള റെഡ് കളർ വീഡിയോ നമ്മള് നേരത്തെ ബുക്ക് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് റിസർവേഷൻ ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഈ വീഡിയോ ഒക്കെ. നമ്മള് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് വന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കാന്ന് വെച്ചിട്ട് ഭയങ്കര തണുപ്പാട്ടോ, ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കൈയൊക്കെ യെല്ലോ കളറായി. ഇപ്പൊ കണ്ട് രക്തോട്ടം വന്നതാണ്. വെളിയിറങ്ങുമ്പോൾ യെല്ലോ കളറാവും. ഫ്രൈഡ് റൈസ് ഇതൊന്നും മേടിച്ചത് ഇപ്പൊ മേടിച്ചതാണ്. ഫോണിന്റെ ചാർജ് ഇരുന്നോണ്ട് ഒരു വീഡിയോ ആയിരിക്കും 2 ബ്ലോഗിലോട്ട്. ചൂട് വേണ്ട. താങ്ക് യു. ചൂട് വേണ്ട. ലെയേഴ്സ് നമ്മള് 2 ലെയർ ഇട്ടല്ലേ, എന്നിട്ടും കാണിക്കുന്നില്ല. പക്ഷെ ഇത് നല്ല ചൂട്. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും ഷിബുയ ക്രോസിങ്ങിലൂടെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി നമ്മൾ ഈ വീഡിയോ എടുത്താലൊന്നും കിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ജപ്പാൻ്റെ ഒരു ഭംഗി ഞാൻ വീഡിയോയിലൂടെ എനിക്ക് കാണിക്കാനായിട്ട് അത്രയും പറ്റില്ല. കാര്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഭംഗി അറിയത്തുള്ളൂ ഗൈസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്, വെറുതെ പറയുന്നതല്ല. അതിപ്പോൾ മൗണ്ട് ഫുജി ആണെങ്കിലും ഇപ്പോൾ ഈ ഒരു ഷിബുയ ക്രോസിങ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരിക്കലും ഒരു വീഡിയോയിലൂടെ എനിക്ക് അത് കാണിച്ചു തരാൻ പറ്റത്തില്ല. നമ്മൾ കളഞ്ഞുപോയി. ഞാൻ അനൗൺസ് ചെയ്യാം. ആദിത്യ, ഗായത്രി എന്ന് പറഞ്ഞ 2 യുവതികളെ കാണാതായിട്ടുണ്ട്. കണ്ടു കിട്ടുന്നവർ എത്രയും വേഗം സിയാന, ജഹാന, ആദിൽ, ഫബിന്റെ ചേട്ടൻ എത്തിക്കേണ്ടതാണ്. അവരോടൊപ്പം എന്തൊക്കെ ഷിബുയ സ്ട്രീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷിബുയ സ്ട്രീറ്റ് കാണിച്ചു തരാം. പിരിതടക്കം കാണാണ്ടിരിക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറെ നേരം കൊണ്ട് ക്രോസ് ചെയ്യുന്നു ഗൈസ്. ചുമ്മാ കേട്ടോ, രസമുണ്ട്. കൊറേ നേരം കൊണ്ട് പക്ഷേ നടക്കുന്നതാണ്. ഇതിപ്പോ അങ്ങനെയല്ല, സന്ധ്യ സൂര്യ അസ്തമിച്ചു. അങ്ങനെയല്ല, നമുക്കിത് വ്ളോഗിൽ എടുക്കാനായിട്ട് അറിയത്തില്ല. വന്ന് കണ്ടു നോക്കിയാൽ നല്ല രസം. വന്ന് ഇത്രയും പേരെ മുമ്പിൽ കൂടെ ക്രോസ് ചെയ്യുന്നത് നല്ല രസമായിരിക്കും. നമ്മളിനി ഷിബുയ വിടാൻ പോകുന്നു. നമ്മളിനി മറ്റേ ഇലക്ട്രോണിക്സിന്റെ കടയിൽ പോവാം. ഭയങ്കര തണുപ്പല്ലേ? ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഷോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സാധനങ്ങളുണ്ട്. A to Z സാധനങ്ങൾ ഇവിടെ കിട്ടും. ഓരോന്നിനും ഓരോ സെക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ കിട്ടാത്തൊരു സാധനം ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. വ്ളോഗ് ചെയ്യുന്ന മൈക്ക് എനിക്ക് ഇതുവരെയ്ക്കും കിട്ടിയില്ല. ഞാനതിവിടെ ഫുള്ള് നോക്കി കണ്ടില്ല. ഞാൻ എന്തായാലും ഇവരുടെയൊക്കെ ചോദിക്കും. നമ്മുടെ ഗെയിം കളിക്കുന്ന മറ്റേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വില കുറവില്ല, എന്നാലും നല്ല അടിപൊളി സാധനമാണ്. ഇതിവിടെ ഏകദേശം ഒരു 8-9 ഫ്ലോർ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ സാധനങ്ങളും.
കണ്ട ഗേൾസിനൊക്കെ ഇഷ്ടപ്പെടും എന്തായാലും ഇവിടെ വരുമ്പം ശരിക്കും ഉണ്ട്. ഇത് കണ്ട ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇത്. സ്ട്രൈറ്റ്നറിന്റെ ആ ഒരു സെക്ഷൻ ഇത് ഓരോ ബ്രാൻഡിലും ഓരോ സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ബ്രൗണിന്റെ ഇതൊക്കെ ഉണ്ട്. ബ്രൗൺ എൻ്റെ ഉണ്ട് ബ്രൗണിന്റെ. ഇത് ഡൈസൺ അല്ല, ഇരിക്കുന്ന ഡൈസൺ. ഡൈസൺ കണ്ട് അത് ഇത് കണ്ട ഈ അടിപൊളി സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതൊക്കെ ടാക്സ് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഇവിടെ നിന്ന്. അതുമാതിരി ട്രൈപ്പോഡൊക്കെ കണ്ടു. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. അടിപൊളി. എന്തോ മെഗാ സ്റ്റോറാണ് ഇത്. ഇവിടുത്തെ യൊദോബാഷി എന്നാണെന്ന് തോന്നുന്നു ഈ ഒരു ഷോപ്പിൻ്റെ പേര്. ഇല്ല പറയണ കസ്റ്റാർഡും സ്ട്രോബെറി കേട്ടാ. എനിക്ക് വേറൊന്നുമില്ല നമ്മളെ താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ആ ക്രീം നോക്കട്ടെ. ഇത് ഞാൻ നമ്മുടെ സിംഗപ്പൂർ വെച്ച് കഴിച്ചിട്ടുണ്ട്. ചേട്ടൻ മേടിച്ചു തന്നിട്ടുണ്ടേ. പക്ഷേ ഇത് ഇവിടെ വരുമ്പോ ഇവിടെയാണ് എക്സാക്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഭയങ്കര ടേസ്റ്റ്. അടിപൊളി. ഇത് വെറുതെ തിന്നാ ഇപ്പൊ ഇല്ലല്ലേ? ഉണ്ട്. ഉണ്ടാ ഇപ്പൊ വരുന്നില്ല, നേരത്തെ വന്നു കഴിഞ്ഞു. ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. എന്റെ ലൈഫിൽ ഇത്രയും തണുപ്പ് ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മള് ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ വന്ന് ഇപ്പൊ വെസ്റ്റേണും ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത്. കുഴപ്പമില്ല, 2 ദിവസം ആയോ ഒഴിഞ്ഞ സമയം. പക്ഷെ നല്ല വെസ്റ്റേൺ ഫുഡ് അല്ലേ ഇവിടുത്തെ എല്ലാ ഫുഡിനും ഒരു പ്രീമിയം ക്വാളിറ്റി ടേസ്റ്റ് ഉണ്ട്. എന്തെടുത്താലും പ്രീമിയം ടേസ്റ്റ് ഉണ്ട്. അത് എത്ര രൂപയാണ് സീറോ ആണ്. പൈസ ഇല്ലാത്ത സാധനത്തിനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ്. അതാണ് പ്രത്യേകത ഫുഡിന്റെ. എന്റെ ഫോണില് ഇതൊക്കെ ലിമിറ്റഡ് ആയി, സ്പേസ് ഒക്കെ തുറന്നു. മധുരം മധുരമല്ല, അടിപൊളി അടിപൊളി. ഈ ബണ്ണൊക്കെ മറ്റേ ഹാൻഡ് മെയ്ഡ് കണക്ക്. നമ്മള് മെക്ഡോണൾഡ്സിനൊക്കെ ഒന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കി എടുക്കുന്ന പോലെ ഉണ്ടോ. ഓക്കെ ഗൈസ്, ഇനി ഇത് കഴിഞ്ഞ് നമ്മള് ടോക്കിയോ ടവറിൽ പോവേണം. ലാസ്റ്റ് അവിടെയാണ്, അത് കഴിഞ്ഞ് വീട്ടിൽ പോകും. ഗൈസ്, ഇതാണ് ടോക്കിയോ ടവർ. കാണാൻ പറ്റുന്നത് ഞങ്ങൾ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. ഇതല്ല എന്റെ വ്യൂ പോയിന്റ്, വേറെ ഉണ്ട്. നമ്മളിപ്പോ നല്ല വൈകിയതുകൊണ്ട് ഇവിടെ നിക്കാണ്. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയല്ല കാണാം, നല്ല രസമാണ്. നേരിട്ടാണ് അടിപൊളിയാ. പക്ഷെ ഇതിൽ കാണിക്കുമ്പോ എന്റെ ഫോണാണെങ്കിൽ ആടി കുലയൊന്നും. കയ്യൊക്കെ ചുരുങ്ങി വെച്ച്